നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് കൊടപ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുപ്പിളയത്തിന് കൊണ്ടെന്താ അതിൻ്റെ പണിയാ നോക്കൂ. ഇങ്ങനെ പൊളിച്ച് വയ്ക്കാം. കൊടപ്പുളി കൃഷി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ജാതിക്ക ഇപ്പം നന്നായിട്ട് വെക്കണുള്ളതേ കണ്ടില്ലേ? കുറേ അപ്പുറത്തുണ്ട്, അതിപ്പുറത്തുണ്ട്. കൊടപ്പുളി ഇഷ്ടമുണ്ടാ? നമ്മളിതുപോലത്തെ വേറെ ഒരു ഫ്രൂട്ടില്ലേ ജയശ്രീയ? ഇങ്ങനെ അതല്ല, നമ്മൾ കണ്ടു പരിചയമുള്ള ഫ്രൂട്ട് ഇതാണ്. പക്ഷെ മറ്റേത് ഇപ്പോൾ വന്നതാ. ഏതാ പേര്? മാംഗോസ്റ്റീൻ. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഇത് നമ്മുടെ കൊടപ്പുളി അല്ലേ എന്ന്. കുട്ടിക്കാലത്ത് കൊടപ്പുളി കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ കഴിക്കാന്നറിയോ ജയശ്രീയ? ജയശ്രീ കഴിച്ചിട്ടുണ്ടാ? ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഞങ്ങളിങ്ങനെ കത്തി കൊണ്ടാക്കാൻ പാടാന്ന് പറയുക. പക്ഷെ അതെന്താ, സ്റ്റീൽ കത്തി നമ്മുടെ വീട്ടിലില്ല എന്നൊന്നേ, ഇരുമ്പ് കത്തി അല്ലേ. അപ്പം കത്തി വിടാൻ പാടില്ല പറയും. ഇങ്ങനെ അമർത്തിയിട്ട് പൊളിക്കും. പൊളിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇതാ ഇങ്ങനെ അതിൻ്റെ കണ്ണിലേ ശരിക്കും ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മാംഗോസ്റ്റീൻ കണ്ടാൽ പറയും അത് വെളുപ്പ് കളറാ. എന്നിട്ട് നിറക്കും. വേണോ? വേണ്ട ആർക്കെങ്കിലും വേണ്ട. ഇപ്പം എല്ലാം പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. നമുക്കിത് ഇനി വെയിലത്ത് വെക്കാം. കണ്ടോ, നമ്മുടെ ആ ട്രേയിലാക്കിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയാണ്. അലർത്തി വെച്ചിരിക്കുക കേട്ടോ, വെള്ളം പോകാനായിട്ട്. നല്ല വെയിലുണ്ട് ഇപ്പോൾ, ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളം തുറന്ന് കിട്ടും. ഇതാ കണ്ടോ. പക്ഷെ കളറ് ഒറിജിനൽ കളറല്ല അല്ലേ നമ്മുടെ വീഡിയോയിൽ വരുന്നത്. നല്ല മഞ്ഞല്ലേ നമ്മുടെ സാധനം. ഇപ്പം നോക്കുമ്പോൾ നിറം കിട്ടണില്ല അല്ലേ? അപ്പോൾ കൊടപ്പുളി നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് വെച്ചിരിക്കണത്. കത്തി കൊണ്ട് മുറിക്കാൻ പാടില്ല. കത്തി മീൻസ് ഇരുമ്പ് കത്തി കൊണ്ട് മുറിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ സ്റ്റീൽ കത്തി കൊണ്ട് മുറിക്കാം. പണ്ട് കാലത്ത് സ്റ്റീൽ കത്തി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മരത്തിൻ്റെ കഷ്ണം കൊണ്ടൊക്കെയാണ് മുറിക്കാറ്. ഇത് ജാതിക്ക കേട്ടോ, ഇന്നലെ കിട്ടിയ ജാതിക്കാണ് ഇത്. ജാതിക്ക ഇവിടെ ഉണക്കാൻ വെച്ചു. ഇനി കൊപ്രയുണ്ട് കേട്ടോ അവിടെ. ജാതിപത്രി മുറ്റത്തിട്ടൊക്കെയാണ്. വെയിൽ നല്ല വെയിലാണേ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഇന്ന് കിട്ടിയ ജാതിക്ക, അതിൻ്റെ ജാതിപത്രി. വെയിൽ വന്നപ്പോഴേ ഈശ്വരൻ തന്ന വെയിലല്ലേ. ഇവിടെ കൊപ്ര നമ്മുടെ ഡ്രയറിൽ വെച്ചിട്ട് ഒരുവിധം ഉണങ്ങിയ കൊപ്ര. ഇത് കണ്ടോ, ഇത് നമ്മൾക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയത്. ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ്. കളറ് കറുപ്പ് കളറ്. ഇതിൻ്റെ കളറ് കറുപ്പാവും കേട്ടോ. അപ്പോൾ ആരോ പറഞ്ഞു ഇതിങ്ങനെ പുകയത്ത് വച്ചാലാണ് കറുപ്പ് നിറം കിട്ടുള്ളൂ എന്ന്. അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. കറുപ്പ് നിറമൊക്കെ കിട്ടും കുറേ ദിവസം ഇരിക്കുമ്പോൾ. നോക്കൂ, കണ്ട, നമ്മൾ 4 പൊളിച്ചൊക്കെയാണ് ഓരോ മുറിയും. ഉണങ്ങി കേട്ടോ. അത് മിക്കവാറും നാളേക്ക് ഇത് ആട്ടാറാവും. നാളെ ആട്ടിക്കൊണ്ടെന്നാലും പിന്നെ കുറേ നാളത്തേക്കുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇന്ന് കിട്ടും. ഇത് കഴിയാറാകുമ്പോഴേക്കും അടുത്തത് ഉടച്ച് വെച്ചാൽ മതി. ഈ നെറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ മൂടിയിട്ടേക്കണത്. 6-7 ട്രേ ആണ് നമ്മുടെ ഡ്രയറിനുള്ളത് കേട്ടോ. അപ്പോൾ ഡ്രയറിൽ നിന്ന് രാവിലെ എടുത്തുകൊണ്ടുവന്ന് ഞാൻ വെയിലത്ത് വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഉണങ്ങിയത് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കി കുറച്ച് നേരം പാദ്യം പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇത്തിരീശ കറുപ്പ് നിറമായിട്ടുണ്ടല്ലേ. ഇത് നല്ല കറുപ്പാവും കുറേ ദിവസം ആകുമ്പോഴേക്കും. ഒരു ഹാർഡാണ്, നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് ഇതിൽ ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അങ്ങനെ തിരുമ്പി എടുത്ത് വെച്ചാൽ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും എന്നെനിക്ക് എൽസ് ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സൂത്രം. അതുപോലെ എൻ്റെ സ്കൂളിലത്തെ ടീച്ചർമാരൊക്കെ പറയും ഇങ്ങനെയാണ് കൊടപ്പുളി സംസ്കരിച്ച് വയ്ക്കുക. പുക കൊള്ളിക്കണം എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. പുക കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പോലത്തെ കൊടപ്പുളി ഇവിടെ ഇരിക്കുന്നത് നല്ല കറുപ്പായുണ്ട്. നന്നായിട്ട് തിരുമ്പ കണ്ടോ. പൊടി ഉപ്പ് കണ്ടോ, ഇത്ര വലിപ്പമുണ്ട് നോക്കൂ. ഒരെണ്ണം ഉണങ്ങിയിട്ട് നമുക്ക് കിട്ടിയതാണിത് കണ്ടോ. 2 കീറി കണ്ട, നല്ല വലിപ്പമുണ്ട് ഇതിന്. ഇത് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഭരണിയിൽ അങ്ങനെ ആക്കി വയ്ക്കുക. ഭരണിയിലോ കലത്തിലോ, കലം എന്ന് വെച്ചാൽ മൺകല നല്ലത് കേട്ടോ. പുളിയല്ലേ, അതുകൊണ്ട് മൺകലം അല്ലെങ്കിൽ ഭരണി. ഭരണിയിലാക്കണം കേട്ടോ. ഭരണി എടുത്തു. ഇത് നമ്മൾ ഇങ്ങനത്തെ 3-4 ഭരണി ഉണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ഉപ്പ്, ഒരെണ്ണത്തിൽ കുടപ്പുളി, ഒരെണ്ണത്തിൽ കോൽപ്പുളിയൊക്കെ വെച്ചേക്കണത്. അപ്പോൾ ഇത് നമുക്കിതിലിട്ട് വയ്ക്കാം.
വെയിലത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഉണങ്ങുമ്പോൾ ഇതിലിട്ട് വയ്ക്കാം കേട്ടോ. ഇതുപോലെ തന്നെ പിന്നെ നിറയുമ്പോൾ വേറെയിലിട്ട് വയ്ക്കാം. ഇതെടുത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഉറയുണ്ട് മൂടിയിട്ട് വയ്ക്കാം. ശരിക്കും തുണി കൊണ്ട് വാക്കെട്ടിയൊക്കെ വെക്കണം. അതിന് ശേഷം ഉറയിടേണ്ടത്. പക്ഷേ ഇപ്പം നിറച്ചായിട്ടില്ലല്ലോ. നിറയുമ്പോൾ നമുക്ക് തുണി കൊണ്ട് വാക്കെട്ടി വെച്ചിട്ട് പ്ലാസ്റ്റിക് ഉറയൊക്കെ ഇട്ട് വെച്ചാൽ ഒരു കേടും വരില്ല. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും തോറും ഇതിൻ്റെ ഗുണം കൂടി വരും. എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അതോ നിങ്ങൾ വേറെ തരത്തിലാണോ? അഭിപ്രായം പറയൂ കേട്ടോ.